നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ സൂപ്പർ ഫൈനൽ നടക്കാൻ പോവുകയാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലാണ് കലാശ പോരാട്ടം നടക്കുന്നത്. ആവേശ കിരീട പോരാട്ടത്തിന് കളമൊരുങ്ങവേ ഇന്ത്യ ആശങ്കയിലാഴ്ത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നെറ്റ്സ് പരിശീലനത്തിനിടെ വിരാട് കോഹ്ലിക്ക് പരിക്കേറ്റതാണ് ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുന്നത്. കാൽമുട്ടിന് പരിക്കേറ്റ വിരാട് കോഹ്ലിക്ക് ഫൈനൽ നഷ്ടമാകുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. വിരാട് കോഹ്ലിക്ക് ഫൈനൽ നഷ്ടമായാൽ ഇന്ത്യക്ക് അത് നികത്താനാകാത്ത വിടവാകുമെന്ന് ഉറപ്പാണ്. കോഹ്ലി മിന്നും ഫോമിലാണുള്ളത്. സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെ നിർണായക അർദ്ധ സെഞ്ചുറിയോടെ കോഹ്ലി കസറിയിരുന്നു. കോഹ്ലിക്ക് ഫൈനൽ മത്സരം നഷ്ടമാകരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഇന്ത്യൻ ആരാധകർ. ഒരുപാട് കാലത്തെ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ശേഷം ഈ ഒരു ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ കോഹ്ലി ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരുന്നു. സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടി കയ്യടി നേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഹ്ലിയെ തേടി പരിക്കെത്തിയിരിക്കുന്നത്. ഇത് എത്രത്തോളം ഇന്ത്യയെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കോഹ്ലിക്ക് ഫൈനൽ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായാലും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ അത് സാരമായി ബാധിക്കുമെന്ന കാര്യവും പറയേണ്ട ഒന്നാണ്. നിലവിൽ വിരാട് കോഹ്ലി 3-ാം നമ്പറിലാണ് കളിക്കുന്നത്. കോഹ്ലിക്ക് കളിക്കാൻ സാധിക്കാതെ പോയാൽ 3-ാം നമ്പറിലേക്ക് KL രാഹുലിനെ കൊണ്ടുവരാനായിരിക്കും സാധ്യത. മുൻ ഓപ്പണറായ രാഹുലിന് ആങ്കർ റോൾ നന്നായി ചേരും. കോഹ്ലി കളിക്കുന്നത് പോലെ ഒരു വശത്ത് പിടിച്ചു നിന്ന് റൺസ് ഉയർത്താൻ രാഹുൽ മിടുക്കനാണ്. നിലയുറപ്പിച്ചാൽ വലിയ സ്കോറിലേക്ക് പോകാനും താരത്തിന് കഴിവുണ്ട്. സെമിയിൽ മികച്ച പ്രകടനത്തോടെ കസറാനും രാഹുലിന് സാധിച്ചിരുന്നു. ശ്രേയസ് അയ്യരാണ് നിലവിൽ 4-ാം നമ്പറിലുള്ളത്. 3-ാം നമ്പറിലേക്ക് ശ്രേയസ് അയ്യരെ കൊണ്ടുവന്നാൽ ആങ്കർ റോളിൽ മുന്നോട്ട് പോവുക പ്രയാസകരമായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ശ്രേയസ് അയ്യരെ 4-ാം നമ്പറിൽ നിലനിർത്തി KL രാഹുലിനെ ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുവരാനാണ് സാധ്യത. കോഹ്ലി സൃഷ്ടിക്കുന്ന ഇമ്പാക്ട് മറ്റാർക്കും സാധിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ കോഹ്ലിക്ക് കളിക്കാനാകാതെ പോയാൽ രാഹുലാണ് ആ റോളിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. രാഹുൽ ടോപ്പ് ഓർഡറിലേക്ക് പോയാൽ ഫിനിഷറായി ഋഷഭ് പന്തിനെ വിളിച്ചേക്കും. എക്സ് ഫാക്ടർ താരമായ ഋഷഭ് പന്തിന് ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. എന്നാൽ കോഹ്ലിക്ക് പിന്മാറേണ്ടി വന്നാൽ ഋഷഭ് പന്തിനെ ടീമിലേക്ക് വിളിക്കാൻ നിർബന്ധിതരാകും. ഇടം കൈനായ ഋഷഭ് വരുന്നത് ടീമിന് ഗുണകരമാകാനാണ് സാധ്യത. KL രാഹുൽ വിക്കറ്റിന് പിന്നിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഫൈനലിൽ ഇത്തരം പിഴവുകൾക്ക് വലിയ വില കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തിനെ കളിപ്പിച്ചാൽ കീപ്പറാക്കാനും സാധ്യതയുണ്ട്. വിരാട് കോഹ്ലി ഉണ്ടാകണമേ എന്നാണ് ആരാധകരുടെ പ്രാർത്ഥന. കോഹ്ലിക്ക് കളിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യയെ ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, എതിർ ടീമിനെ ഒരു നോട്ടം കൊണ്ട് പോലും സമ്മർദ്ദത്തിലാഴ്ത്താൻ ശേഷി കോഹ്ലിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോഹ്ലിയുടെ ആ ഒരു പ്രസൻസും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇന്ത്യൻ ടീമിൽ. എന്തായാലും ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ കലാശപ്പോരിൽ ഇറങ്ങുമ്പോൾ ടീമിനെ പൊളിക്കാൻ നോക്കിയാൽ അത് വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിസാര പരിക്കാണെങ്കിലും കോഹ്ലി ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെയല്ല, പരിക്ക് രൂക്ഷമാകാൻ സാധ്യത കൂടുതലാണെങ്കിൽ ടീമിന്റെ ഭാഗത്തു നിന്ന് കോഹ്ലിയെ തടയാനുള്ള സാധ്യതകളും കൂടുതലാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മത്സരമാണ്. ഒരുപക്ഷെ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും എല്ലാം അവസാനത്തെ ഏകദിന മത്സരം എന്ന സാഹചര്യം കൂടി ഉണ്ട് ഈ ഒരു മത്സരത്തിന്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും കോഹ്ലി ഇറങ്ങുമെന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനില്ല.